ഡാഫ്നെ ഡി മോറിയുടെ നോ മോട്ടീവ് എന്ന ചെറുകഥയെ ആസ്പദമാക്കി എൻ.ടി. വാസുദേവൻ നായർ തിരക്കഥ എഴുതി പവിത്രൻ സംവിധാനം ചെയ്ത് 1989 പുറത്തിറങ്ങിയ ചിത്രമാണ് ഉത്തരം. മല്ലു അനൽസിന്റെ വീഡിയോയിലൂടെ കുറച്ചുനാൾ മുമ്പും മൺസൂൺ മീഡിയയുടെ വീഡിയോയിലൂടെ ഈ ഇടയ്ക്കും ഈ ചിത്രം വളരെയേറെ ചർച്ചാ വിഷയമായിരുന്നു. 1950കളിലെ ഇംഗ്ലണ്ടിന്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന ഈ ത്രില്ലർ ഡ്രാമയെ 1980കളിലെ കേരളത്തിലേക്ക് എത്തിക്കുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നും അത് എങ്ങനെയൊക്കെ കഥയെ ബാധിച്ചിട്ടുണ്ട് എന്നുമാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. ചിത്രത്തിനെയും കഥയും പറ്റി വിശദമായി തന്നെ പറയുന്നത് കൊണ്ട് സ്പോയിലറുകൾ ഉണ്ടായേക്കാം. നോ മോട്ടീവും ഉത്തരവും തുടങ്ങുന്നത് ഒരുപോലെയാണ്. അസാധാരണമായ ഒരു വെടിവെച്ചയും അത് കേട്ട് ചെല്ലുന്ന ജോലിക്കാരൻ കാണുന്ന മൃതദേഹവും. ഇംഗ്ലണ്ടിലെ പ്രഭുക്കന്മാർക്കിടയിൽ തോക്കിന്റെ ഉപയോഗം സാധാരണമായതുകൊണ്ട് തന്നെ നോ മോട്ടീവിലെ ലേഡി മേരി ഫാരോൺ മരിക്കുന്നത് റിവോൾവർ കൊണ്ട് സ്വന്തം തലയ്ക്ക് നേരെ വെടിയുതിർത്തിട്ടാണ്. എന്നാൽ ഉത്തരത്തിലെ സെലീന മരിക്കുന്നത് നായാട്ടിന് ഉപയോഗിക്കുന്ന തോക്കുകൊണ്ട് തന്റെ നെഞ്ചിന് നേരെ വെടിയുതിർത്തിട്ടാണ്. രണ്ടിലെയും പ്രധാന കഥാപാത്രങ്ങളായ ഈ സ്ത്രീകൾ വളരെയേറെ ദയയുള്ളവരും സ്നേഹമുള്ളവരുമാണ്. എന്നാൽ മേരിയിൽ നിന്നും വിഭിന്നമായ സെലീനയ്ക്ക് സ്വന്തമായ ഒരു ഐഡന്റിറ്റി ഉണ്ട്. അവർ ഒരു എഴുത്തുകാരിയാണ്. അവർ പ്രശസ്തയാണ്. സെലീന ജോസഫിന്റെ ഭർത്താവ് എന്ന നിലയിൽ അറിയപ്പെടുന്നതിൽ തനിക്ക് ഒരു നാണക്കേടുമില്ലെന്നും അഭിമാനം മാത്രമേ ഉള്ളൂവെന്നും പറയുന്ന ഒരു ഭർത്താവാണ് മാത്യു ജോസഫ്. മേരിയുടെ മരണത്തിന്റെ കാരണം അറിയാൻ അവരുടെ ഭർത്താവായ ജോൺ നിയമിക്കുന്ന ഡിറ്റക്റ്റീവായ മിസ്റ്റർ ബ്ലാക്ക് ആണ് നോ മോട്ടീവിലെ പ്രധാന കഥാപാത്രം. അയാൾക്ക് ഈ കേസുമായോ ആ കുടുംബവുമായോ വൈകാരികമായി യാതൊരു അടുപ്പവുമില്ല. എന്നാൽ ഉത്തരത്തിലെ പ്രധാന കഥാപാത്രമായ ജേർണലിസ്റ്റ് ബാലു ആകട്ടെ സെലീനയുമായും മാത്യുവുമായും വളരെയധികം അടുപ്പമുള്ള ഒരാളാണ്. സെലീന എന്തിന് ആത്മഹത്യ ചെയ്തു എന്ന ചോദ്യത്തിന് ഉത്തരം അറിയേണ്ടത് അയാളുടെയും കൂടി ആവശ്യമാണ്. മേരിയുടെ മരണം ഒരു ആത്മഹത്യയാണെന്ന് എല്ലാവർക്കും അറിയാം. മരിക്കുന്ന സമയത്ത് അവർ ഗർഭിണിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ പ്രഗ്നൻസി ഹോർമോണുകളിലെ വ്യതിയാനങ്ങളാവാം അവരെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് ഡോക്ടർ പറയുന്നുണ്ട്. എന്നാൽ സെലീനയുടെ മരണമാകട്ടെ ഒരു അപകടമായാണ് പുറം ലോകം അറിയുന്നത്. മരണത്തിലും അവരെ വിടാതെ പിന്തുടരുന്ന നാണക്കേട് എന്ന നേടലിനെ ഇവിടെ തന്നെ സംവിധായകനും തിരക്കഥാകൃത്തും വരച്ചു കാട്ടുന്നുണ്ട്. ഒരുപാട് കാരണങ്ങൾ തിരക്കി ഒടുവിൽ ബാലുവും ബ്ലാക്കും നിർണായകമായ ഒരു വഴിത്തിരിയിലെത്തുന്നത് നായികയെ വളർത്തിയ അവരുടെ ആന്റിയുമായി സംസാരിക്കുമ്പോഴാണ്. അവരുടെ സംസാരത്തിൽ നിന്നും നായികയുടെ ഭൂതകാലത്തിലേക്ക് അന്വേഷകനും ഒപ്പം നമ്മളും യാത്ര തുടങ്ങുന്നു. സിനിമയിലായാലും കഥയിലായാലും അന്വേഷകന് ഒരു സഹായിയില്ല. പ്രേക്ഷകൻ തന്നെയാണ് അയാളുടെ സഹായി. അയാൾ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞ് വിശദീകരിക്കുന്നുള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ മറ്റു പലരുടെയും വെളിപ്പെടുത്തലുകളിലൂടെ അയാൾ അറിയുന്നു, ഒപ്പം നമ്മളും അറിയുന്നു. അയാളുടെ കൗശലം, അയാളുടെ തന്ത്രങ്ങൾ, വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് അനായാസമായി അയാൾ പറയിപ്പിച്ചെടുക്കുന്നത്, ഇതൊക്കെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു. നോ മോട്ടീവിൽ മേരിയുടെ ജീവിതത്തെ മാറ്റിമറിച്ച സംഭവം നടന്നത് 19 വർഷങ്ങൾക്ക് മുമ്പാണ്. എന്നാൽ ഉത്തരത്തിൽ എത്തുമ്പോൾ അത് 12 വർഷങ്ങളായി ചുരുങ്ങുന്നു. ഈ വ്യത്യാസം എന്തുകൊണ്ടാണെന്ന് നമുക്ക് ക്ലൈമാക്സിൽ വ്യക്തമായി കാണാൻ കഴിയും. കഥാഗതിയെ മുന്നോട്ട് നയിക്കുന്ന കഥാപാത്രങ്ങളിൽ ഇത്തരം ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കഥയിലും സിനിമയിലുമായി ഉണ്ട്. അത്തരത്തിലൊരു പ്രധാന കഥാപാത്രം പാർവതി ചെയ്ത ശ്യാമളയാണ്. കഥയിൽ ശ്യാമളയ്ക്ക് സമാനമായ കഥാപാത്രം വിവാഹിതയും അമ്മയുമായ ഒരു സ്ത്രീയാണ്. കഥയെ മുന്നോട്ട് നയിക്കുന്ന അടുത്ത ഭാഗം പറയുക എന്ന ഒരു ജോലി മാത്രമാണ് ഈ കഥാപാത്രത്തിന് നൽകിയിട്ടുള്ളത്. എന്നാൽ ശ്യാമളയാകട്ടെ നായകന്റെ ലവ് ഇൻട്രസ്റ്റ് എന്നുള്ള രീതിയിലുപരി സെലീന അനുഭവിച്ച ആ ദുരന്തത്തിന്റെ ഒരു ഭാഗവാക്കായ വ്യക്തിയും കൂടെയാണ്. ആ സത്യം നായകൻ വെളിപ്പെടുത്തുമ്പോൾ ശ്യാമളയുടെ പ്രതികരണങ്ങളിലൂടെ സെലീന അവരുടെ അവസാന നിമിഷങ്ങളിൽ അനുഭവിച്ച മാനസിക സംഘർഷത്തിന്റെ 1% നമുക്ക് മനസ്സിലാക്കാനും കഴിയും. ഈ കഥയിലെ മറ്റൊരു വെല്ലുവിളി നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിലേക്ക് എത്തുമ്പോൾ റേപ്പിനിരയായ പെൺകുട്ടികളെ കുറ്റപ്പെടുത്തലുകൾ ഇല്ലാതെ എങ്ങനെ ചിത്രീകരിക്കുമെന്നുള്ളതാണ്. ആ പെൺകുട്ടികളെ കുറ്റപ്പെടുത്താൻ നമുക്ക് ഒരുപാട് കാരണങ്ങൾ കാണും. ആ സമയത്ത് പുറത്തിറങ്ങിയത്, പരിചയമില്ലാത്തവരുമായി കൂട്ടുകൂടിയത്, അവരുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചത്, അങ്ങനെ പലതും. എന്നാൽ ഈ ആരോപണങ്ങളെ, ഈ തോന്നലുകളെ എല്ലാം പ്രതിരോധിക്കുന്നത് പെൺകുട്ടികളുടെ നിഷ്കളങ്കത എന്ന ഒരു കാര്യത്തിലൂടെയാണ്. നിഷ്കളങ്കരായ ആ കൗമാരക്കാരികൾ ലോകത്തിന്റെ ചതികളൊന്നും മനസ്സിലാക്കുന്നില്ല. എന്നാൽ ഈ നിഷ്കളങ്കത സെലീനയിൽ നിന്ന് നഷ്ടമാവുന്നത് പിന്നീട് ഓരോരോ കഥാപാത്രങ്ങളുടെ ഓർമ്മകളിലൂടെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. സ്കൂളിലെ നമ്പർ 1 സ്റ്റുഡന്റ് ആയിരുന്ന കുസൃതിക്കാരിയായിരുന്ന സെലീന പിന്നീട് അന്തർമുഖയായ കവിതകൾ എഴുതുന്ന ഒരു കുടുംബിനിയായി ഒതുങ്ങിക്കൂടുന്നു. തന്റെ ബാല്യം എവിടെയാണ് നഷ്ടപ്പെട്ടു പോയതെന്ന് കവിതകളിലൂടെ അവർ പരിതപിക്കുന്നുണ്ട്. സിനിമയുടെ ഒരു ഭാഗത്ത് നമ്മൾ സെലീനയെ സംശയിക്കുമെങ്കിലും പിന്നീട് നമുക്ക് അവരോട് തോന്നുന്ന സഹാനുഭൂതിയും സങ്കടവുമാണ്. എന്നാൽ മേരി എന്ന കഥാപാത്രത്തോട് ഇത്തരം വൈകാരികമായ അടുപ്പമൊന്നും നമുക്ക് തോന്നില്ല. കുറ്റാന്വേഷണം എന്ന ഒരു ഫ്രെയിമിൽ മാത്രമാണ് കഥ ഒതുങ്ങി നിൽക്കുന്നത്. ബാലു അനുഭവിക്കുന്നത് പോലുള്ള മാനസിക സംഘർഷങ്ങളൊന്നും തന്നെ ബ്ലാക്ക് അനുഭവിക്കുന്നില്ല. കാരണം അയാൾ അയാളുടെ ജോലി മാത്രമാണ് ചെയ്യുന്നത്. കഥയുടെ അവസാന ഭാഗത്തോട്ട് എത്തുമ്പോൾ മാത്രമാണ് ബ്ലാക്ക് കുറച്ച് ഇമോഷണലായി പ്രവർത്തിക്കുന്നത്. നോ മോട്ടീവ് എന്ന കഥയെ സിനിമയ്ക്ക് വേണ്ടി തിരക്കഥയാക്കി മാറ്റിയെഴുതുമ്പോൾ MD അഭിമുഖീകരിച്ച ഏറ്റവും വലിയൊരു പ്രശ്നം സെലീനയിലേക്ക് ഓർമ്മകൾ തിരിച്ചെത്തുന്ന ആ ഒരു പോയിന്റ്, എങ്ങനെയാണ് അത് തിരിച്ചെത്തുന്നത് എന്നുള്ള കാര്യം എങ്ങനെ അവതരിപ്പിക്കും എന്നുള്ളതായിരിക്കും. നോ മോട്ടീവിൽ അബോധാവസ്ഥയിലുള്ള മേരിയെ റേപ്പ് ചെയ്യുന്നത് ഒരു ചുവന്ന മുടിക്കാരനായ ജിപ്സിയാണ്. അതിനെ തുടർന്ന് ഗർഭിണിയാവുന്ന മേരിക്ക് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകുന്നില്ല. വിർജിൻ മേരി പോലെ താനും ദിവ്യഗർഭം ധരിച്ചിരിക്കുകയാണെന്നും
ചുവന്ന മുടിയും നീലക്കണ്ണുകളുമായി പിറകുന്ന തന്റെ കുഞ്ഞ് ലോകരക്ഷകനാണെന്ന് മേരി വിശ്വസിക്കുന്നു. ആശുപത്രിയിൽ എല്ലാവരും അവനെ ക്യാരറ്റ്സ് എന്ന് കളിയായി വിളിക്കുന്നു. എന്നാൽ ഈ കുഞ്ഞ് മരിച്ചുപോയി എന്ന് മേരിയുടെ അച്ഛനും ആശുപത്രി അധികൃതരും ചേർന്ന് അവളെ വിശ്വസിപ്പിക്കുമ്പോഴാണ് മേരിയുടെ ഓർമ്മകൾ നഷ്ടപ്പെടുന്നതും മേരിയുടെ മാനസിക നില തകരാറിലാവുന്നതും. പിന്നീട് അവസ്ഥയിൽ നിന്ന് തിരിച്ചു വന്ന മേരിക്ക് തന്റെ ഭൂതകാലം ഒന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. ആ കുഞ്ഞാകട്ടെ 19 വർഷങ്ങൾക്ക് ശേഷം ഒരു സെയിൽസ്മാനായി മേരിയിലേക്ക് തിരിച്ചെത്തുന്നു. സിനിമയിൽ അബോധാവസ്ഥയിലുള്ള സെലീനയെ റേപ്പ് ചെയ്യുന്നത് നേപ്പാളികളായ കച്ചവടക്കാരുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. ചുവന്ന തലമുടി എന്ന പോതിൽ തന്നെ സവിശേഷമായ മുഖരൂപമുള്ളതുകൊണ്ടാകാം ഇവരെ തന്നെ കഥാകൃത്ത് ഈ കഥാപാത്രത്തിനായി തിരഞ്ഞെടുത്തത്. ഊട്ടിയിൽ സെലീനയും ശ്യാമളയും പഠിക്കുന്ന സ്കൂളിനടുത്ത് കച്ചവടത്തിനായി എത്തുന്ന ഇവരെ ബിംബിസാരന്റെ പ്രജകൾ എന്ന് സെലീന ഓമന പേരിട്ട് വിളിക്കുന്നുണ്ട്. കൗമാരക്കാരികളായ പെൺകുട്ടികളുടെ നിഷ്കളങ്കത ഇവരോടുള്ള പെരുമാറ്റത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പിന്നീട് ഗർഭിണിയാവുന്ന സെലീനയെ സ്കൂളിൽ നിന്ന് പുറത്താക്കുമ്പോഴും ആ കുഞ്ഞിന് അവൾ ജന്മം നൽകുമ്പോഴും അവൾക്ക് മനസ്സിലാകുന്നില്ല ഇതൊക്കെ എങ്ങനെയാണ് സംഭവിച്ചതെന്ന്. എന്നാൽ ഒരു ഘട്ടം കഴിയുമ്പോൾ അതിനെ ഓർത്ത് അവൾ വിഷമിക്കുന്നുമില്ല. ഒരു പാവക്കുട്ടിയെ കിട്ടിയതുപോലെ കുട്ടിയെ കളിപ്പിച്ചും അവന് ഇമ്മാനുവൽ എന്ന് പേരിട്ടും അവൾ സന്തോഷിക്കുന്നു. ആ കുഞ്ഞിനെ അവളുടെ അച്ഛൻ അനാഥാലയത്തിൽ ഏൽപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഷോക്കിലും അതിനെ തുടർന്ന് കാറിൽ നിന്ന് ചാടുമ്പോൾ ഉണ്ടാകുന്ന അപകടത്തിലുമാണ് അവളുടെ ഓർമ്മകൾ നഷ്ടമാകുന്നത്. കഥയിൽ മേരിയുടെ വീട്ടിലേക്ക് ആ സെയിൽസ്മാൻ വന്നു പോയതിനു ശേഷം ജോലിക്കാരൻ മേരിക്ക് ഒരു ഗ്ലാസ് പാല് കൊണ്ടു കൊടുക്കുന്നുണ്ട്. ആ സമയത്തും അവർ സാധാരണ രീതിയിലാണ് പെരുമാറിയിരുന്നതെന്ന് ജോലിക്കാരൻ പറയുന്നുണ്ട്. അവസാനം എല്ലാം അറിഞ്ഞതിനു ശേഷം തിരിച്ചെത്തിയ ഡിറ്റക്റ്റീവ് ബ്ലാക്ക് ഈ ജോലിക്കാരനെ വീണ്ടും ചോദ്യം ചെയ്യുന്നു, കഥയുടെ അവസാന കണ്ണി കൂട്ടിച്ചേർക്കുന്നതിനായി. പാല് കൊണ്ടു കൊടുത്തപ്പോൾ അവരെന്ത് ചെയ്യുകയായിരുന്നു, എങ്ങനെയായിരുന്നു അവരുടെ പ്രതികരണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ബ്ലാക്ക് ചോദിക്കുന്നു. അപ്പോൾ അതുവരെ പറയാതിരുന്ന ഒരു കാര്യം കൂടി ജോലിക്കാരൻ പറയുന്നു. അയാൾ അത് നിസ്സാരമെന്ന് കരുതി വിട്ടുകളഞ്ഞതാണ്. താൻ കൊച്ചമ്മയ്ക്ക് പാല് കൊണ്ടു കൊടുക്കുമ്പോൾ അവർ ജനാല വഴി പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. ആ സമയത്ത് ആ സെയിൽസ്മാൻ പോയിട്ട് കുറച്ചു നേരമേ ആയിരുന്നുള്ളൂ. അവരോട് താൻ അവനെ ഒരിക്കലും മറക്കാൻ സാധിക്കുകയില്ലെന്നും ചുവന്ന തലമുടിക്കാരനായ അവനെ താൻ ക്യാരറ്റ്സ് എന്ന് വിളിച്ചേനെ എന്ന് തമാശയായി പറയുകയും ചെയ്യുന്നു. ഇതിനെ തുടർന്ന് താൻ തിരിച്ചു നടന്നു പോയെന്നും ആ ജോലിക്കാരൻ പറയുന്നു. അപ്പോൾ മിസ്റ്റർ ബ്ലാക്കിനെ പോലെ നമ്മൾ മനസ്സിലാക്കുന്നു എങ്ങനെയാണ് മേരിയുടെ ഓർമ്മകൾ തിരിച്ചെത്തിയതെന്നും. സിനിമയിലും ഇതേപോലെ തന്നെ സെലീനയുടെ ഭൂതകാലം മനസ്സിലാക്കി തിരിച്ചെത്തുന്ന ബാലു ആ ജോലിക്കാരനെ വീണ്ടും ചോദ്യം ചെയ്യുന്നു, കഥയുടെ അവസാന കണ്ണി കൂട്ടി യോജിപ്പിക്കാൻ. അയാൾ വീണ്ടും പറഞ്ഞ കാര്യം തന്നെ പറയുന്നു. സെലീന മരിച്ചതെന്ന് രാവിലെ ഇവിടെ വന്ന ആൾക്കാരിൽ ഒരു പിച്ചക്കാരുടെ കൂട്ടം ഉണ്ടായിരുന്നുവെന്നും അവർ അവിടുത്തെ സാധനങ്ങളെല്ലാം എടുത്തുവെന്നും മുമ്പ് പറഞ്ഞ കഥ അയാൾ ആവർത്തിക്കുന്നു. എന്നാൽ ഇപ്രാവശ്യം അയാൾ ഒരു കാര്യം കൂടെ പറയുന്നു. പണ്ടൊക്കെ പാണ്ഡ്യകളായിരുന്നു മോഷണം നടത്തിയിരുന്നത്, എന്നാൽ ഇപ്പോൾ ഗൂർഖാസിന്റെ പിള്ളേരുമുണ്ട് ആ മോഷണക്കാരുടെ കൂട്ടത്തിലെന്ന്. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് സെലീനയുടെ കല്ലറയിൽ പ്രാർത്ഥിക്കുന്ന ബാലുവിനെയും ശ്യാമളയുമാണ്. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അവർ ആ കുട്ടികളുടെ കൂട്ടത്തെ കാണുന്നു. അതിൽ കാണുന്ന ഒരു കുട്ടിയോട് അവർ പേര് ചോദിക്കുന്നു. അവൻ തന്റെ പേര് ഇമ്മാനുവൽ എന്നാണെന്ന് പറയുന്നു. ബാലുവിനെ പോലെ തന്നെ അപ്പോൾ നമ്മൾക്കും മനസ്സിലാകുന്നു സെലീനയും ഈ ചോദ്യം ചോദിച്ചിരുന്നിരിക്കാം. അപ്പോൾ അവൻ പറഞ്ഞിരുന്നിരിക്കാം തന്റെ പേര് ഇമ്മാനുവൽ ആന്റണി എന്നാണെന്ന്. ആ ഒരു പേരായിരിക്കാം സെലീനയുടെ മറവിൽ ആണ്ടുപോയ കാര്യങ്ങളെല്ലാം തിരിച്ചു കൊണ്ടുവന്നതും അവർക്ക് തന്നെ നഷ്ടപ്പെടുത്തിയതും. സിനിമയിലും കഥയിലും ഈ പ്രധാന കഥാപാത്രങ്ങൾ നായികയുടെ ഭർത്താവിനോട് തങ്ങൾ അറിഞ്ഞ കാര്യങ്ങൾ പറയുന്നില്ല. തന്നെ ഏൽപ്പിച്ച ജോലിയായിട്ടും മിസ്റ്റർ ബ്ലാക്ക് സത്യങ്ങളെല്ലാം മറച്ചു വെക്കുന്നു. അതൊരു പക്ഷേ മേരിയുടെ സ്വഭാവം ആരും മോശമായി വിചാരിക്കേണ്ട എന്ന് കരുതിയാവാം, അല്ലെങ്കിൽ ജോണിന് ഇനിയും കൂടുതൽ വേദന നൽകണ്ട എന്ന് കരുതിയാവാം. സിനിമയിലെ ബാലു സത്യം മൂടി വെക്കുന്നത് തന്റെ സുഹൃത്തിനെ ഇനിയും വേദനിപ്പിക്കേണ്ട എന്ന് കരുതിയിട്ടാണ്. മേരി മരിക്കുമ്പോൾ ഫർഗീവ് മീ ഡാർലിംഗ് എന്നൊരു നോട്ട് എഴുതി വെച്ചിട്ടാണ് മരിക്കുന്നത്. എന്നാൽ സിനിമയിൽ അത്തരമൊരു ക്ഷമാപണം ബോധപൂർവം ഒഴിവാക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ അങ്ങനെ ഒരു നോട്ട് എഴുതാനുള്ള മനഃശക്തി പോലും അവർക്കുണ്ടായിരുന്നില്ലായിരിക്കാം, അല്ലെങ്കിൽ അതിന്റെ ആവശ്യകത ഉണ്ടെന്ന് അവർക്ക് തോന്നിയിട്ടില്ലായിരിക്കാം. താൻ കളങ്കപ്പെട്ടുവെന്നോ ഭർത്താവിനോട് തെറ്റ് ചെയ്തുവെന്നോ ഒരു തോന്നൽ അവർക്കുണ്ടായിരുന്നിരിക്കില്ല. പെട്ടെന്ന് താൻ മറന്നുപോയതെല്ലാം തന്നിലേക്ക് വന്നത് താങ്ങാനാവാത്തത് കൊണ്ട് മാത്രമായിരിക്കാം അവർ ആത്മഹത്യ ചെയ്തത്. മാത്രമല്ല താനും റേപ്പ് ചെയ്യപ്പെട്ടു എന്നറിയപ്പെടുന്ന ശ്യാമളയുടെ പ്രതികരണത്തിലൂടെ അത്തരമൊരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആളുടെ വിചാരങ്ങൾ നമുക്ക് കഥാകൃത്ത് കാണിച്ചു തരുന്നുണ്ട്. എന്നാൽ പിന്നീട് ശ്യാമള സാധാരണ രീതിയിലേക്ക് തിരിച്ചു വരുന്നു. റേപ്പ് ചെയ്യപ്പെട്ട പെൺകുട്ടിക്ക് പിന്നീട് ഒരു ജീവിതമില്ല എന്ന ഒരു പാത പിന്തുടരാതെ വ്യത്യസ്തമായ ഒരു രീതിയാണ് കഥാകൃത്ത് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. നോ മോട്ടീവ് അവസാനത്തോടടുക്കുമ്പോൾ ഡിറ്റക്റ്റീവ് ബ്ലാക്ക് മേരിയുടെ മകനെ കാണുകയും അവനോട് സംസാരിക്കുകയും അവന്റെ ഭാഗം ആരായുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അയാൾ അവനോട് സത്യങ്ങളൊന്നും തന്നെ തുറന്നു പറയുന്നില്ല. എന്നാൽ ഉത്തരത്തിന്റെ അവസാനം ബാലുവും ശ്യാമളയും 12 വയസ്സുകാരനായ ഇമ്മാനുവലിനെ കൂടെ കൂട്ടുകയാണ്. ഒരുപക്ഷെ അവൻ വളർന്നു വലുതാവുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചേക്കാം. അതിനെല്ലാം ഉത്തരം ബാലു പറയേണ്ടി വന്നേക്കാം. പുസ്തകത്തിൽ നിന്ന് അഭ്രവാളിയിലേക്ക് എത്തുമ്പോൾ കൂടുതൽ മികച്ചതാകുന്ന വളരെ കുറച്ച് രചനകൾ മാത്രമേ ഉള്ളൂ. അത്തരത്തിലൊന്നാണ് ഉത്തരം. ഒരു ത്രില്ലർ എന്നതിലുപരി പ്രേക്ഷകനെ ഓരോ കഥാപാത്രങ്ങളോട് സംവദിക്കാനും അവരെ മനസ്സിലാക്കാനും ചിന്തിക്കാനുമുള്ള അവസരം ഉത്തരം നൽകുന്നുണ്ട്. സിനിമ യൂട്യൂബിൽ അവൈലബിൾ ആണ്, കണ്ടു നോക്കുക. സിനിമയെ പറ്റിയും ഈ വീഡിയോ പറ്റിയുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ എഴുതുക. താങ്ക്